ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കടച്ചക്ക കൊണ്ട് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കടച്ചക്ക നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് കടലമാവ് ഇടുന്നുണ്ട്. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 50 ml വരും. ഇനി ഞാൻ മാവ് കാണിച്ചു തരാം. ഇതേ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നമുക്കിനി വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. കടച്ചക്ക ഓരോന്നായിട്ട് മാവിലേക്ക് മുക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് നല്ലതായിട്ട് ചൂടായോ എന്ന് നോക്കാം. ഒരു തുള്ളി മാവ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉടനെ തന്നെ മുകളിലേക്ക് പൊങ്ങി വരും. മാവ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് വെളിച്ചെണ്ണ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഓരോ കടച്ചക്കകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് വേണം അരിയാൻ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു സൈഡ് ഏതാണ്ട് പാകമായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കടച്ചക്ക കൊണ്ട് ബജ്ജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മസാല നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബാക്കിയുള്ള കടച്ചക്ക ഇതുപോലെ ഇനി വറുത്ത് കോരിയെടുക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. നിങ്ങളിത് വൺസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും മുളക് ബജ്ജി പോലെയോ അല്ലെങ്കിൽ കാബജി പോലെയൊക്കെ റെഗുലറായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന വിഭവമായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.